ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വേറെ ക്രാഫ്റ്റ് ചാനൽ കൂടി ഉണ്ടെന്ന്. എന്നാൽ ആ ക്രാഫ്റ്റ് ചാനലിൽ ഞാൻ എപ്പോഴും അടിപൊളി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇടാറ്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഈ ചാനലിലായതുകൊണ്ടാണെന്നൊന്നറിയില്ല, ഈ ക്രാഫ്റ്റിംഗ് നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. ആ കണ്ടവരുടെ ഒന്നും കുറച്ചൊക്കെ കൊളായിരുന്നു. അവർ ഈ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ കറക്റ്റാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂ ഗണ്ണിൻ്റെ തെറ്റാണ് കേട്ടോ. നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ വരച്ചെടുത്തിട്ട് ഉണക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്നതൊക്കെ എന്തുകൊണ്ട് ചെയ്താൽ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ, അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടി ഉണങ്ങാൻ ഈസി. അതാണെങ്കിൽ കുറേ സമയം വെക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ചെയ്താൽ നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ ഒന്ന് ഉണക്കുക എന്ന് വെച്ചാൽ അത്ര സമയമൊന്നും വെക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉണങ്ങിയാൽ മതി. പിന്നെ നമുക്കിതിൻ്റെ മേലെ കൂടെ വരച്ചതിൻ്റെ മേലെ കൂടെ പെയിൻ്റ് അടിക്കണ്ടേ. അത് ഞാനൊരു മിന്നുന്ന കളറാണ് എടുക്കുന്നത്. അത് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. പക്ഷേ ഈ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു സ്കെച്ച് കൊണ്ട് അടിച്ചാൽ മതി കേട്ടോ. ഞാനപ്പോൾ ഒരു മെറ്റാലിക് സിൽവർ എന്ന് പറഞ്ഞ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് അല്ലത് ഒരു ബ്രഷ് പെന്നാണ്. അത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞിട്ടുമില്ല. അത് ഞാൻ കഴിഞ്ഞ ചാനലിലാണ് ചെയ്തത്. അപ്പോൾ ലുക്ക് ഇതാണ്. ശരി, ടാറ്റാ.